ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എക്ടോപിക് പ്രഗ്നൻസി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറേ ഷോർട്ട് ടെസേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടെയാണ് എക്ടോപിക് പ്രഗ്നൻസി. ഓക്കെ, ഫസ്റ്റ് നമ്മളൊക്കെ, അതായത് ഞാനൊക്കെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നത് ട്യൂബുലാർ പ്രഗ്നൻസി, അതിൽ ഫെലോപ്പിയൻ ട്യൂബിൽ കുഞ്ഞ് ജനിക്കുന്നു, അല്ലെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുന്നു എന്നാണ് അങ്ങനെ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ഒക്കേഴ്സ് എനി പാർട്ടാണ്, അല്ലേ? എവിടെ വേണമെങ്കിലും പ്രഗ്നൻസി അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കാം. അതിപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ ആവണമെന്നില്ല, ഓവറിയിലാവാം, ഇപ്പം തന്നെ കണ്ട അബ്ഡോമനിലാവാം, സിസേറിയൻ സ്കാറിലാവാം, സെർവിക്സിലാവാം, സെർവൈക്കൽ ഏരിയാസിലാവാം, എവിടെ വേണമെങ്കിലും പ്രഗ്നൻസി ഉണ്ടാകാം. പക്ഷെ മോസ്റ്റ് കോമൺലി എവിടെയാണ് ഉണ്ടാവുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതലും ട്യൂബൽ പ്രഗ്നൻസി എന്നാണ് അറിയപ്പെടുന്നത്. സോ എക്ടോപിക് പ്രഗ്നൻസി, a life-threatening condition, occurs when a fertilized egg implant outside the uterus and typically in the fallopian tube. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അതായത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, എന്താണ് ടിപ്പിക്കലി എവിടെയാണ് ഉണ്ടാകുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ലൈഫ് ത്രെറ്റനിങ് ഉണ്ടാകുന്നതിൻ്റെ ഒരു ജനറൽ ഐഡിയ പറയുവാണെങ്കിൽ, നമ്മൾ ഫെർദർ പിന്നെ ഡിസ്കസ് ചെയ്യും. ജനറൽ ഐഡിയ പറയുവാണെങ്കിൽ ഇത് കോമൺലി ഒരു സിംറ്റംസ് അധികം കാണിക്കാത്ത, അതായത് നമ്മൾ അധികം അറിയാണ്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇത് റപ്ചർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ടാക്കാൻ ഒത്തിരി കഴിവുള്ള, അല്ലെങ്കിൽ ഒത്തിരി ചാൻസ് ഉള്ള ഒരു കണ്ടീഷനും കൂടെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ectopic pregnancy. Definition: ectopic pregnancy, also known as tubal pregnancy, occurs when a fertilized egg implant outside the uterus, typically in the fallopian tube, and this life-threatening condition requires immediate medical attention. പിന്നെ ഇപ്പോൾ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി ഉള്ള ഒരു കണ്ടീഷൻ, അതായത് ഒരു പേഷ്യൻറ്റിനെ എന്ത് ചെയ്യൂല, നമ്മൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ അത് ഓക്കെ ആകും എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. സ്പോണ്ടേനിയസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അബോർഷൻ ആണ് നമ്മൾ ഇവിടെ കൂടുതലും ചെയ്യുന്നത്. സോ ടൈപ്സ് വന്നിട്ട് ട്യൂബൽ എക്ടോപിക് പ്രഗ്നൻസി, അതായത് കൂടുതലും ഫെലോപ്പിയൻ ട്യൂബിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. 95% ഇങ്ങനെ തന്നെയാണ്. ബാക്കിയെല്ലാം വളരെ റെയർ കോസസ് ആണ്. അപ്പം വേണമെങ്കിൽ റെയർ ആയിട്ടുള്ള ടൈപ്സ് ആണ്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ട ഫിഗറില്ലേ, ആ ഫിഗറിനകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യക്തിക്കൂടെ അട്രാക്റ്റീവ് ആവാൻ ചെറിയൊരു ഫിഗർ വരച്ചതിന് ശേഷം എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എവിടേക്കാണെന്ന് നമ്മൾ ആ ടൈപ്സിൽ തന്നെ നമുക്ക് ആ ഒരു ഫിഗർ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു പെർസെൻറ്റേജ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ അട്രാക്റ്റീവ്, എളുപ്പം പ്രസന്റ് ചെയ്യാനും അത് തന്നെയായിരിക്കും കേട്ടോ. ദെൻ ടൈപ്സ് പറയുമ്പോൾ നമുക്ക് വേറൊരു ടൈപ്പും കൂടെ പറയാം, അല്ലേ? റപ്ചേർഡ്, അൺറപ്ചേർഡ്, ഇൻടാക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെന്ന്. അതിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഇതിന് അധികം സിംറ്റംസ് കാണിക്കില്ല, നോർമൽ ആണെന്ന് നമ്മളങ്ങ് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്കാർ അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാണ് അവരുടെ പ്രശ്നം. ഇത് കുഴപ്പമൊന്നും ഇല്ല എന്ന് അവരങ്ങ് വിചാരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ്, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്, പുള്ളിക്കാരത്തിക്ക് ഇതുപോലെ ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, പക്ഷേ അത് റപ്ചർ കേസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ തലനാഴെ എനിക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രക്ഷപ്പെട്ട ഒരു പേഴ്സൺ ആണ് ആ പുള്ളിക്കാരത്തി. അപ്പോൾ ഇതുപോലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റപ്ചറായി ഇമ്മീഡിയറ്റ്ലി സർജറിക്ക് കയറ്റുമോ, എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്ത് ചെയ്യും. അത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ല എന്നുള്ളതും കൂടെയാണ്. മനസ്സിലായല്ലോ? അതാണ് ഒരു റപ്ചേർഡ് കേസ് വരുന്നത്. റപ്ചേർഡ് കേസിന് എന്താണ് ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ റപ്ചർ കേസ് ലൈഫ് ത്രെറ്റനിങ് ആണ്. അൺറപ്ചേർഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ് റപ്ചർ ചെയ്തിട്ടില്ല, പക്ഷെ ആ സാധനം എന്തല്ലെങ്കിൽ സാധനമല്ല, എംബ്രിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഫെലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് വഴി എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും.
ഇൻടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ആ എംബ്രിയോ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് എന്താണ് നല്ല നല്ല രീതിയിൽ പൊട്ടിയിട്ടൊന്നുമില്ല. then പൊട്ടാൻ ചാൻസ് ഒന്നുമില്ല. അത് അവിടെ ഇരുന്ന് ചാൻസ് ഇല്ലെന്നല്ല, അത് അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ ഡെവലപ്പായി നോർമലി അത് ഇങ്ങനെ ഒരു ഫീറ്റലായിട്ട് ഡെവലപ്പായി വരികയാണ്. പക്ഷെ there is a chance for rupture. അതാണ് ഇൻടാക്ട് ട്യൂബൽ പ്രഗ്നൻസി. ഇനി ഇതിന്റെ കോസസ്, ഒത്തിരി കോസ് ഉണ്ട് ഇതിന് എഴുതാൻ. അപ്പോൾ നമ്മൾ എന്തിന്റെ അണ്ടറിൽ എഴുതുക? ഓരോ ഹെഡിങ്ങിന്റെ അണ്ടറിൽ എഴുതുക. ഒത്തിരി കോസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്? ഫെലോപ്പിയൻ ട്യൂബിന്റെ ഡാമേജ് ആണ് ഫസ്റ്റ് കോസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്ട്രെസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഫെലോപ്പിയൻ ട്യൂബിന്റെ ഡാമേജ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഇൻഫെക്ഷൻസ് ലൈക്ക് PID എന്താ? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ്. ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞു, അതായത് അവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, അവർ എന്ത് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്തെന്ന് വെച്ചോ. സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, നമ്മൾ പറയത്തില്ലേ എന്നാലും ചിലപ്പോഴൊക്കെ പ്രഗ്നന്റ് ആകാൻ ചിലത് ചാൻസ് ഉണ്ട് എന്ന് പറയത്തില്ലേ, അതുപോലെ അങ്ങനെ ചാൻസ് വന്നാലും ഇത് എവിടെ നിൽക്കുകയുള്ളൂ? ട്യൂബുലാർ പ്രഗ്നൻസിയിലേ വന്നെത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതും എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ് ആണ്, കോംപ്ലിക്കേഷനും ആണ്. പിന്നെ എന്തെങ്കിലും കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉള്ള ആളുകളാണെങ്കിലും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് പറയാം? ഈ അവിടെയുള്ള, അതായത് ഈ ഫെലോപ്പിയൻ ട്യൂബിലെ ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറയുന്നില്ലേ, ആ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയുകയും, അതായത് അവിടെ പ്രോപ്പറായിട്ട് മ്യൂക്കസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എങ്കിൽ ഈ എന്തില്ല, ഈ എംബ്രിയോ നീങ്ങി വരുമോ? ഇല്ല. അതും ഒരു കോസാണ്, അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു കോസാണ്. അതുപോലെ തന്നെ അവിടുത്തെ വില്ലൈസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസിന്റെ ഇതിൽ എഴുതാൻ പറ്റും. വില്ലൈ ഇല്ലാത്തത് ഒരു കോസ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു റീസൺ ആണ്. അത് മൂവ് ചെയ്യുന്നില്ല, അവിടെ തന്നെ പ്രഗ്നൻസി ഉണ്ടാകുന്നു. പിന്നെ പിന്നെ ഒരു അതായത് കൂടുതലും ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ ഇപ്പൊ പറയാണ്, എനിക്ക് പ്രീവിയസ്ലി അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിരുന്നു. സോ പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി ഒരു 15 തൊട്ട് 20% വരെ കോസ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ്, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണ്. ഞാൻ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പം പേഷ്യൻ്റ് നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോഴൊന്നും ഇവർ സംസാരിക്കുന്നില്ല. ഭയങ്കര ഒരു എന്താ ഒരു കൈൻഡ് ഓഫ് ഡിപ്രസീവ് മൂഡാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനും ഒരു മടി. അപ്പം ഞങ്ങൾ പോയി അപ്പോഴേ ഫയൽ എടുത്ത് ഹിസ്റ്ററി തിരക്കിയപ്പോൾ എന്താണ് പേഷ്യൻ്റ് എന്തായിരുന്നു ഇതുപോലെ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത്ര ഒരു ബേബി ഉണ്ടായിരുന്നു. സെക്കൻഡ് ബേബിക്ക് വേണ്ടി ഒത്തിരി നാൾ ട്രൈ ചെയ്തിട്ട് 10 വർഷത്തോ കഴിഞ്ഞിട്ട് അവസാനം ബേബി ഉണ്ടാവാണ്ട് IUI ചെയ്ത പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ IUI ചെയ്ത പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഫെയിലിയർ ആയി. അതുപോലെ തന്നെ സെക്കൻഡ് ഒരു കുഞ്ഞാവ ഉണ്ടാവുന്ന ഒത്തിരി പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ വന്ന ഒരു ഭയങ്കര സൈക്കോളജിക്കലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതാം, സൈക്കോളജിക്കൽ എഴുതാം. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കോസ് ആണ്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, അതായത് തൈറോയിഡ് PCOS ഒക്കെ ഉള്ള ആളുകൾക്കും ഈ ഇതുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് അത് വളരെ കുറച്ചാണ്. അത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക്. പിന്നെ ഈ ഇനി അടുത്തത് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ കോസസ്, ഇൻഫെക്ഷ്യസ് കോസസ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ കോസസ് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് അതായത് ഇപ്പോൾ കൂടുതലും വിമൻസ് സ്മോക്ക് ചെയ്തില്ല എന്ന് പറയും. പക്ഷെ ഈ ഇപ്പം ഒത്തിരി പേര് സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ സ്മോക്കിംഗ് ഇസ് വെരി എന്താ പറയാ, വെരി ഡേഞ്ചറസ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം അതായത് പ്രഗ്നന്റ് സമയത്തുള്ള സ്മോക്കിംഗ് ഇസ് വെരി ഡേഞ്ചറസ്. അത് ഇതിനൊരു കോസ് ആയിട്ട് മാറും. 35 years, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പേഷ്യൻ്റെ കാര്യം, ആ പേഷ്യൻറ്റിന് ഏതാണ്ട് ഒരു 37 സംതിങ് എന്തോ ആയിരുന്നു. അപ്പം ഏജ്ഡും ആണ് അവര്. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒബേസിറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ് ഇന്ന് വളരെ റെയർ ആണ്. ഇപ്പം നമ്മൾ സ്മോക്കിംഗ് പോലെ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഒരു കോസ് ആയിട്ട് കാണാം. പിന്നെ ഇൻഫെക്ഷ്യസ് കോസസ് നമ്മൾ പറഞ്ഞില്ലേ, PID, ഗോണേറിയ, ക്ലാമീഡിയ, STS എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കൈൻഡ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും എന്തിന് കാരണമാവുന്നുണ്ട്? ഇതൊരു കോസ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ സർജിക്കൽ കോസസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ സിസേറിയൻ ഇതിൽ വരുമെന്ന്. സോ അതൊരു കോസ് ആയിട്ട് നമുക്ക് എഴുതാം. ട്യൂബൽ ലിഗേഷൻ, സ്റ്റെറിലൈസേഷൻ പറഞ്ഞില്ലേ, അതും ഒരു കോസ് തന്നെയാണ്. പെൽവിക് സർജറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം.
പിന്നെയാണ് ഇവിടെയാണ് ഞാൻ പറയാൻ വന്നത് അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി. അനാറ്റമിക്കൽ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്രൈൻ ഈ അനാറ്റമിക്കൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കുറെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് അതിന് എന്ത് ചെയ്യണം, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ കോസസ്? കോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഹെഡിങ് തിരിച്ച് തന്നെ എഴുതാം. ഓക്കെ. ദെൻ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേജ് വൈസ് ആയിട്ട് പഠിക്കാം. ഏർലി സിംറ്റംസ്, പ്രോഗ്രസീവ് സിംറ്റംസ്, സിവിയർ സിംറ്റംസ്, അങ്ങനെ സ്റ്റേജ് വൈസ് ആയിട്ട് പഠിക്കാം. കോമൺലി എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് വീക്കിൽ, അതായത് ഒരു 1 to 4 weeks വരെ എന്താണ് നമുക്ക് അധികം അറിയാൻ പറ്റില്ല. ഈ കേസ് എന്താന്ന് നമ്മൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് റപ്ചർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് ഇപ്പം നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ എന്താ കാണിക്കുക? മിസ്ഡ് പീരീഡ് അല്ലെ? ഇപ്പം പീരീഡ്സ് മിസ് ആവുകയാണെങ്കിൽ പ്രഗ്നന്റ് ആണ് എന്ന് അറിയും, പക്ഷെ ട്യൂബൽ ആണോ അല്ലേന്ന് നമ്മൾ അറിയുന്നില്ല. ചെറുതായിട്ട് സ്പോട്ടിങ് കാണിച്ചു തുടങ്ങും. ഇപ്പം സ്പോട്ടിങ് ഇപ്പൊ മിക്ക കണ്ടീഷനിൽ എന്താണ് ഒരു കൈൻഡ് ഓഫ് സിംറ്റംസ് കാണിക്കുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ലേ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എന്താണ് ലൈറ്റ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിങ് ആകുമ്പോൾ നമ്മൾ കുഴപ്പമില്ലായിരിക്കും, നോക്കാമെന്ന് വിചാരിക്കും. അബ്ഡോമിനൽ ക്രാമ്പ് ഉണ്ടാകും, അത് നമ്മൾ വിചാരിക്കും എന്താണ് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണെന്ന്. പെൽവിക് പെയിൻ ഉണ്ടാകും, മൈൽഡ് ടു മോഡറേറ്റ് ആണ്. നോസിയ, വോമിറ്റിംഗ്, ഫറ്റീഗ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, ഇതെല്ലാം നോർമൽ പ്രഗ്നൻസിയിലെ നോർമൽ സിംറ്റംസ് ആണ്. മനസ്സിലായല്ലോ? അതായിരിക്കും ഏർലി സിംറ്റംസ് കാണിക്കുക. ദെൻ പ്രോഗ്രസീവ് സിംറ്റംസ്, ഇവിടെയാണ് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്, എക്ടോപിക് പ്രഗ്നൻസി ആണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇൻക്രീസ്ഡ് അബ്ഡോമിനൽ പെയിൻ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്, ഒരു സിംറ്റം ആണ് ഷാർപ്പ് സ്റ്റാബിങ് പെയിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓർമ്മ. എൻ്റെ കേസ് സ്റ്റഡി ആയിരുന്നു. ഇവിടെ പേഷ്യനോട് ചോദിച്ചപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, എന്താ എക്ടോപിക് പ്രഗ്നൻസി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് അപ്പോൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര റൈറ്റ് സൈഡിലാണ് പെയിൻ, ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരുന്നു. അപ്പോൾ ദൂരം കാരണം സ്കാനിങ്ങിന് വന്നില്ല, അങ്ങനെ പെയിൻ കൂടിയിട്ട് സ്കാനിങ്ങിന് വന്നതാണ്, അങ്ങനെ അഡ്മിറ്റ് ആയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഷാർപ്പ് സ്റ്റാബിങ് പെയിന് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്നേ വരുന്നുള്ളൂ, സിംറ്റം ആണ്. ദെൻ ഷോൾഡർ പെയിൻ ഉണ്ടാവും, റേഡിയേറ്റ് ചെയ്ത്. പിന്നെ വജൈനൽ ബ്ലീഡിങ് ഉണ്ടാവും, അതായത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ടിങ് മാറി ബ്ലീഡിങ് ആവും. മനസ്സിലായോ? പിന്നെ ഡിസ്നസ്, ലൈറ്റ് ഹെഡഡ്നെസ്, വീക്ക്നെസ്, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഈ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. ദെൻ സിവിയർ സിംറ്റംസ്, അതായത് റപ്ചർ ചെയ്ത സിംറ്റംസ്, അല്ലെങ്കിൽ ബേബി നമ്മൾ പറഞ്ഞില്ലേ ഇൻടാക്റ്റ് ആയിട്ട് വളർന്ന് വരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇൻടാക്റ്റ് ആയിട്ടുള്ളത്, പൊട്ടിയിട്ടില്ല, റപ്ചേർഡ് ആയിട്ടില്ല, പക്ഷെ ഇൻടാക്റ്റ് ആയിട്ട് കുഞ്ഞു എംബ്രിയോ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ. സഡൻ സിവിയർ അബ്ഡോമിനൽ പെയിൻ, ഹെവി വജൈനൽ ബ്ലീഡിങ്, അതായത് വജൈനൽ ഹെമറേജ് ഉണ്ടാകും. ഷോക്ക് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? ബ്ലീഡിങ് വന്ന ഹൈപ്പോവോളമിക് ഷോക്ക് ഉണ്ടാവില്ലേ. ദെൻ കൺഫ്യൂഷൻ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കാരണം ഇത് ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുന്നു. ഷോൾഡർ പെയിൻ കൂടുന്നു, ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഉണ്ടാകുന്നു. അതർ സിംറ്റംസ് ആയിട്ടുള്ള റെക്ടൽ പ്രഷർ, അതായത് ഇപ്പില്ലേ കുറച്ച് ഇത് കഴിയുമ്പോൾ എന്താണ് പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ടുള്ള ഇത് റിയൽ സിംറ്റംസ് ആണ്, പക്ഷെ ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റെക്ടൽ പ്രഷർ, പെയിൻഫുൾ യൂറിനേഷൻ, കോഫിംഗ് ആൻഡ് വോമിറ്റിംഗ്, ബ്ലഡ്, സീഷർ ഒക്കെ കാണിക്കാൻ തുടങ്ങും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്, നമ്മൾ എക്സാമിനൊന്നും വേണ്ടിയിട്ടല്ല, അറിയാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. 50% എക്ടോപിക് പ്രഗ്നൻസീസും അറ്റിപ്പിക്കൽ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കില്ല. സിംറ്റംസ് മേ റിസംബിൾ മിസ്കാരേജ് ഓർ ഒവേറിയൻ സിസ്റ്റിലായിരിക്കും. നമ്മൾ അത് കണക്ക് തോന്നും. ഒന്നെങ്കിൽ നമ്മൾ വിചാരിക്കും അബോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഓവേറിയൻ സിസ്റ്റ് വല്ലതും ഉണ്ടാകുന്നതായിരിക്കും എന്ന് വിചാരിക്കാൻ അങ്ങനെ വിചാരിക്കും നമ്മൾ. Immediate medical action is crucial if the symptoms worsen. നമ്മൾ അപ്പം തന്നെ എന്താ കൊടുക്കാം? ഇമ്മീഡിയറ്റ് മെഡിക്കൽ മാനേജ്മെന്റ് ആണ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് പറയുകയാണെങ്കിൽ എപ്പോഴും എഴുതുന്ന കുറച്ച് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് തന്നെയാണ്. മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. ഇത് ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുവാണ്, കഴിഞ്ഞ വീഡിയോസിലും ചെയ്തപ്പോൾ പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് കുറച്ച് ഇതുപോലെ പഠിച്ചങ്ങ് വെക്കുക. എന്തെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഗൈനക്കിൽ ഏത് കണ്ടീഷനിലും നമുക്ക് ഈ പറയുന്ന എന്താണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ആപ്ലിക്കബിൾ ആണ്.
ലാബ് ടെസ്റ്റ് HCG ലെവൽ നോക്കും കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാവുമല്ലോ, അപ്പോൾ HCG ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന് ഫർദർ ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യണോ വേണ്ടതെന്ന് അറിയുന്നത്. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. CBC നോർമലി പ്രഗ്നന്റ് ആവുമ്പോൾ ഉള്ള എല്ലാ ലാബ് ടെസ്റ്റുകളും ചെയ്യും. ഇമേജിംഗ് സ്റ്റഡീസും നമ്മൾ ചെയ്യും. ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യും, അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ചെയ്യും, ഡോപ്ലർ ചെയ്യും. MRI ചെയ്യൂല. MRI റെയർലി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതും പേഷ്യന്റിന് റപ്ചർ ആണ് അല്ലെങ്കിൽ പേഷ്യന്റ് സിവിയർ കണ്ടീഷൻ ഒക്കെ ആണ്, എന്തായി അല്ലെങ്കിൽ എന്താ ട്രീറ്റ്മെന്റിന്റെ അങ്ങനെയൊക്കെ ആവശ്യത്തിന് മാത്രമേ MRI യൂസ് ചെയ്യൂ. MRI നിങ്ങൾ എഴുതണം എന്നില്ല, എഴുതിയത് കഴിഞ്ഞാൽ തന്നെ റെയർലി യൂസ്ഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിന്റെ കുറച്ച് കുറച്ചും കൂടെ ഹൈ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പി നമ്മൾ ചെയ്യും. അത് സർജിക്കൽ എക്സ്പ്ലോറേഷൻ ആണ്. ലാപ്രോസ്കോപ്പി ചെയ്ത് നമ്മൾ നോക്കും. പിന്നെ എന്താണ് കൊൾഡോസിന്തസിസ് അതുപോലെ തന്നെ അത് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? കൊൾഡോസിന്തസിസ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? പിക്ചറിൽ കാണുന്നുണ്ടോ റെക്ടോ യൂട്രൈൻ പൗച്ച്? യെസ്, റെക്ടോ യൂട്രൈൻ പൗച്ചിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ നോക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കൊൾഡോസിന്തസിസ്. അപ്പോൾ റെക്ടോ യൂട്രൈൻ പൗച്ച് എന്ന് പറയുമ്പോൾ കാണുന്നുണ്ട് ആ റെക്ടത്തിന്റെയും ആ യൂട്രസിന്റെയും ഇടയിൽ കാണുന്ന പൗച്ച്. അതുപോലെ തന്നെ ഒരു പൗച്ച് ഉള്ളതാണ് വെസിക്കോ യൂട്രൈൻ പൗച്ച്. അത് ഫ്രണ്ട് സൈഡിലാണ്. അതായത് യൂറിനറി ബ്ലാഡറിന്റെയും യൂട്രസിന്റെയും അതിന്റെ ഇടയിലുള്ള ഒരു പൗച്ച്. മനസ്സിലായല്ലോ? ഇതാണ് കൾഡോസിന്തസിസ്. അവിടെ നിന്നാണ് സാമ്പിൾ എടുക്കുന്നതിന്, റെക്ടോ യൂട്രൈൻ പൗച്ചിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നതിനാണ് കൾഡോസിന്തസിസ്. ഈ കൾഡോസിന്തസിസിൽ ഒത്തിരി നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തിനായിരിക്കും കൾഡോസിന്തസിസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കുന്നത് അകത്ത് അവിടെ നമ്മൾ ഈ കൾഡോസിന്തസിസ് ഫ്ലൂയിഡ് എടുക്കുമ്പോൾ അതിനകത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ, അതായത് എക്ടോപിക് പ്രഗ്നൻസി കാരണം അകത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ എന്താണ് അവിടെ റപ്ചർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് എടുത്ത് നോക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൾഡോസിന്തസിസ് ചെയ്യുന്നത്. പിന്നെ ഡയലറ്റേഷൻ, ക്യൂരിറ്റേജ് നമ്മൾ ചെയ്യും. ഇവിടെ സർവൈക്കൽ അവിടെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും DNC നമ്മൾ ചെയ്യും. ദെൻ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എഴുതണം എന്ന് എല്ലാത്തിലും പറഞ്ഞിട്ടില്ല. അതുപോലെ പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ്, ദെൻ ബീറ്റ HCG ലെവൽ നോക്കുക, ഇത്രയും കൂടുതലാണെങ്കിൽ. പിന്നെ യൂട്രൈൻ, അപ്പോൾ നമ്മൾ ഈ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കും ഇൻട്രാ യൂട്രൈൻ ജെസ്റ്റേഷണൽ സാക്ക് കാണുന്നില്ല, പക്ഷേ എക്ടോപിക് ജെസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് ഫർദർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ മെത്തോട്രക്സേറ്റ്, ഒരേ ഒരു മെഡിക്കേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്, മെത്തോട്രക്സേറ്റ്. എൻ്റെ പേഷ്യന്റിന് ടാബ്ലറ്റ് ആയിരുന്നു. ഞാൻ എന്താ ഇത് ഓർത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രഗ് എഴുതുമ്പോൾ എന്തായിരുന്നു, നമ്മൾ ടീച്ചേഴ്സ് പറയത്തില്ലേ ഒരു ഡ്രഗേ ഉള്ളൂ എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പേഷ്യന്റ് ഈ ഒരൊറ്റ ഡ്രഗേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മിസ് ചോദിക്കുമ്പോൾ എന്താ പറയാ, ഇതിനകത്ത് ഒരു ഡ്രഗും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ തന്നെ സ്വന്തമായിട്ട് അവസാനം, ഇപ്പം ഇത് ഇല്ലീഗലാണ് എന്നാലും പറയുവാണ്, സ്വന്തമായിട്ട് കുറച്ച് ഒരു പാരസെറ്റമോളിന്റെയും പേരൊക്കെ എഴുതി വെച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡ്രഗ് ഒന്നും ഇതിനകത്ത് എഴുതാനില്ല, ഒരേ ഒരു ഡ്രഗാണ് കൊടുക്കുന്നത്. അതായത് മൈൽഡ് കണ്ടീഷൻ ആണെങ്കിലാണ്, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ മാനേജ്മെന്റ് തുടങ്ങുവാണ്, അപ്പം നമ്മൾ കൊടുക്കുന്നതാണ് മെത്തോട്രക്സേറ്റ്. അന്ന് ഞാൻ കൊടുത്ത പേഷ്യന്റ് ടാബ്ലറ്റ് ആയിരുന്നു, ഇത് ഇഞ്ചക്ഷൻ ആണ്. സെൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസി ഡിസോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പറഞ്ഞില്ലേ 90% ആളുകൾക്കും നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്, മെഡിക്കൽ മാനേജ്മെന്റ് മെത്തോട്രക്സേറ്റ്. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്യാം. മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് ചെയ്യാം. എക്ടോപിക് പ്രഗ്നൻസി റിമൂവ് ചെയ്യാനും സാൽഫിൻജെക്ടമി, എന്താണ് ഫെലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്യുന്നു. പിന്നെ അത് ഈ റപ്ചേർഡ് അല്ലെങ്കിൽ സിവിയർ എക്ടോപിക് പ്രഗ്നൻസിയിൽ ഇൻടാക്ട് വലുതായിട്ട് വരുന്നില്ല, അത് ചെയ്യും. സാൽഫിൻജിയോസ്റ്റമി അറിയാലോ, ഓപ്പൺസ് ഫെലോപ്പിയൻ ട്യൂബ്, റിമൂവ്സ് എക്ടോപിക് പ്രഗ്നൻസി ആൻഡ് പ്രിസർവ് ഫെർട്ടിലിറ്റി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാൽഫിൻജിയോസ്റ്റമി നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ ബേബിയിലാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സാൽഫിൻജിയോസ്റ്റമി നമ്മൾ ചെയ്യൂലേ. പിന്നെ പ്രിവെൻഷൻ ആണ്, വായിച്ചു നോക്കിയാൽ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ നഴ്സിംഗ് ഡയഗ്നോസിസ്, അക്യൂട്ട് പെയിൻ അതായിരിക്കണം പ്രയോറിറ്റി. ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്, റിസ്ക് ഫോർ ഹൈപ്പോവോളിമിക് ഷോക്ക്, ഇമോഷണൽ ഡൊമൈൻ, ആൻസൈറ്റി, ഫിയർ, ഗ്രീഫ്. ഇത് ഇത്ര എഴുതുക, കാരണം എന്ന് പറഞ്ഞ പേഷ്യന്റ് അത് കാണിക്കും. ദെൻ നോളജ് ഡെഫിസിറ്റ്. കുറച്ച് കോംപ്ലിക്കേഷൻസും കൂടെ നോക്കാം. റപ്ചേർഡ് ഹെമറേജ് ഉണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടാവും,
ഇൻഫെർട്ടിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, റീഅക്വറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇമോഷണൽ ഡിസ്ട്രെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. റപ്ചർ ആവുകയാണെങ്കിൽ എന്തൊക്കെ വരാം? ഹൈപ്പോവോളിമിക് ഷോക്ക് വരാം, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പല ഇൻസിഡൻസും വരാം. അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വീഡിയോ കുറച്ച് ബിഗ് ആയിപ്പോയി, കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തായാലും കാണുന്നവർ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഗൈനക്കിൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.